ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. വിഭീഷണൻ ശ്രീരാമസന്നിധിയിൽ. രാവണൻ തന്നിയോഗേന വിഭീഷണൻ ദേവദേവേശപാദാബ്ജസേവാർത്ഥമായി ശോകം വിനാ നാദമാത്യരുമായുടൻ ആകാശമാർഗേ ഗമിച്ചാനതിദ്രുതം. ശ്രീരാമദേവനിരുന്നരുളുന്നതിൻ നേരെ മുകളിൽ നിന്നുച്ചൈസ്തരമവൻ വ്യക്തവർണ്ണേന ചൊല്ലിടിനാനെത്രയും ഭക്തി വിനയ വിശുദ്ധമതിസ്ഫുടം. രാമ രമാ രമണ ത്രിലോകീപതേ സ്വാമിൻ ജയ ജയ നാഥ ജയ ജയ. രാജീവനേത്ര മുകുന്ദ ജയ ജയ. രാജശിഖാമണേ സീതാപതേ ജയ. രാവണൻ തന്നുടെ സോദരൻ ഞാൻ തവ സേവാർത്ഥമായി വിടകൊണ്ടേണ്ടയാനിധേ. ആംനായമൂർത്തേ രഘുപതേ ശ്രീപദേ നാംനാ വിഭീഷണൻ ത്വദ്ഭക്തസേവകൻ. ദേവിയെ കട്ടതനുചിതം നീ എന്നു രാവണനോടു ഞാൻ നല്ലതു ചൊല്ലിയേ. ദേവിയെ ശ്രീരാമനായി കൊണ്ടു നൽകുകെന്നാവോളമേറ്റം പറഞ്ഞേൻ പലതരം. വിജ്ഞാനമാർഗമെല്ലാം ഉപദേശിച്ചതജ്ഞാനിയാകയാലേറ്റതില്ലേതുമേ. പഥ്യമായുള്ളതു ചൊല്ലിയതേറ്റം അപഥ്യമായി വന്നിതവന്നു വിധിവശാൽ. വാളുമായെന്നെ വധിപ്പാനടുത്തിതു കാളഭുജംഗവേഗേന ലങ്കേശ്വരൻ. മൃത്യുഭയത്താൽ അടിയനുമെത്രയും ചിത്താകുലതയാ പാഞ്ഞുപാഞ്ഞിങ്ങിഹ. നാലമാത്യന്മാരുമായി വിടകൊണ്ടേനൊരാലംബനം മറ്റൊരിക്കില്ല ദൈവമേ. ജന്മമരണമോക്ഷാർത്ഥം ഭവച്ചരണാംബുജം മേ ശരണം കരുണാംബുധേ. യുദ്ധം വിഭീഷണവാക്യങ്ങൾ കേട്ടളവുത്തായ സുഗ്രീവനും പറഞ്ഞിടിനാൻ. വിശ്വേശ രാക്ഷസൻ മായാവിയെത്രയും വിശ്വാസയോഗ്യനല്ലെന്നതു നിർണയം. പിന്നെ വിശേഷിച്ചു രാവണ രാക്ഷസൻ തന്നുടെ സോദരൻ വിക്രമമുള്ളവൻ. ആയുധപാണിയായി വന്നാനമാത്യരും മായാവിശാരദന്മാരെന്നു നിർണയം. ഛിദ്രം കുറഞ്ഞൊന്നു കാൺകിലും നമ്മുടെ നിദ്രയിലെങ്കിലും
നിഗ്രഹിച്ചിടുമേ. ചിന്തിച്ചുടൻ നിയോഗിക്ക കപികളെ, ഹന്തവ്യനിന്നിവനിൽ ഒരു സംശയം. ശത്രുപക്ഷത്തിങ്കലുള്ള ജനങ്ങളെ മിത്രമെന്നോർത്തുടൻ വിശ്വസിക്കുന്നതേ, ശത്രുക്കളെ തന്നെ വിശ്വസിച്ചിടുന്നതുത്തമമാകുന്നതെന്നതോർക്കണമേ. ചിന്തിച്ചു കണ്ടിനി നിൻ തിരുവുള്ളത്തിലെന്തോ അഭിമതമെന്നരുൾ ചെയ്യണം. മറ്റുള്ള വാനരവീരരും ചിന്തിച്ചു കുറ്റം വരായ്വാൻ പറഞ്ഞാർ പലതരം. അന്നേരമുദ്ധായ വന്ദിച്ചു മാരുതി ചൊന്നാൻ വിഭീഷണനുത്തമനെത്രയും. വന്നു ശരണം ഗമിച്ചവൻ തന്നെ നാം നന്നു രക്ഷിക്കുന്നതെന്നെന്നുടെ മതം. നക്തഞ്ചരാന്വയത്തിങ്കൽ ജനിച്ചവർ ശത്രുക്കളെ വരുമെന്നു വന്നിടുമോ. നല്ലവരുണ്ടാം അവരിലുമെന്നുള്ളതെല്ലാവരും നിരൂപിച്ചു കൊള്ളേണമേ. ജാതിനാമാദികൾക്കല്ല ഗുണഗണഭേദമെന്നത്രേ ഭൂതന്മാരുടെ മതം. ശാശ്വതമായുള്ള ധർമ്മം നൃപതികൾക്കാശ്രിത രക്ഷണമെന്നു ശാസ്ത്രോക്തിയും. യുദ്ധം പലരും പലവിധം ചൊന്നവർ ചിത്തേ ധരിച്ചരുൾ ചെയ്തു രഘുപതി. മാരുതി ചൊന്നതുപപന്നമെത്രയും വീരാ വിഭാകരപുത്രാവരികടോ. ഞാൻ പറയുന്നതു കേൾപ്പിനെല്ലാവരും ജാമ്പവദാദി നീതിജ്ഞവരന്മാരെ. കുറുവീശനായാൽ അവനാശ്രിതന്മാരെ സർവശോ രക്ഷേച്ഛുനശ്വപജാനപി. രക്ഷിയാഞ്ഞാലവൻ ബ്രഹ്മ കേവലം രക്ഷിതാവശ്വമേധം ചെയ്ത പുണ്യവാൻ എന്നു ചൊല്ലുന്നിതു വേദശാസ്ത്രങ്ങളിൽ. പുണ്യപാപങ്ങളറിയരുതേതുമേ. മുന്നമൊരു കപോതം നിജപേടയോടൊന്നിച്ചൊരു വനം തന്നെ മേവിടിനാൻ. ഉന്നതമായൊരു പാദഭാഗ്രേ തഥാ ചെന്നൊരു കാട്ടാളനെയ്തു കൊന്നിടിനാൻ. തന്നുടെ പക്ഷിണിയെ സുരതാന്തരേ. വന്നൊരു ദുഃഖം പൊറാഞ്ഞു കരഞ്ഞവൻ തന്നെ മറന്നിരുന്നിടും ദശാന്തരേ. വന്നിതു കാറ്റും മഴയും ദിനേശനും ചെന്നു ചരമാഭി തന്നിൽ മറഞ്ഞിതു. ഖിന്നനായി വന്നു വിശന്നു കിരാതനും താനിരിക്കുന്ന വൃക്ഷത്തിൻ മുരടതിൽ. ദീനതയോടു നിൽക്കുന്ന കാട്ടാളനെ കണ്ടു കരുണ കലർന്നു കപോതവും. കൊണ്ടുവന്നാശു കൊടുത്തിതു വന്ഹിയും. തന്നുടെ കയ്യിലിരുന്ന കപോതിയെ വന്ധിയിലിട്ടു ചുട്ടാശു തിന്നിടിനാൻ. എന്നതു കൊണ്ടു വിശപ്പടങ്ങിടാഞ്ഞു പിന്നെയും പീഡിച്ചിരിക്കും കിരാതന്. തന്നുടെ ദേഹവും നൽകിനാനൻപോടു വന്ധിയിൽ വീണു
കിരാതാശനാർത്ഥമായി. അത്ര പോലും വേണമാശ്രിത രക്ഷണം. മർത്യനെന്നാലോ പറയേണ്ടതില്ലല്ലോ. എന്നെ ശരണമെന്നോർത്തിങ്ങു വന്നവനെന്നും അഭയം കൊടുക്കുമതേയുള്ളൂ. പിന്നെ വിശേഷിച്ചുമൊന്നു കേട്ടിടുവിൻ, എന്നെ ചതിപ്പതിനാരുമില്ലെങ്ങുമേ. ലോകപാലന്മാരെയും മറ്റു കാണായ ലോകങ്ങളെയും നിമേഷമാത്രം കൊണ്ടു സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടുവാൻ ഒട്ടുമേ ദണ്ഡമെനിക്കില്ല നിശ്ചയം. പിന്നെ ഞാൻ ആരെ ഭയപ്പെടുന്നു മുതാ, വന്നിടുവാൻ ചൊല്ലവനെ മടിയാതെ. വിഗ്രിയായേതുമിതു ചൊല്ലി മാനസേ സുഗ്രീവ, നീ ചെന്നവനെ വരുത്തുക. എന്നെ ശരണം ഗമിക്കുന്നവർക്കു ഞാൻ എന്നും അഭയം കൊടുക്കും അതിദ്രുതം. പിന്നെ അവർക്കൊരു സംസാര ദുഃഖവും വന്നുകൂടാ നൂനമെന്നു മറിക നീ. ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരൻ വിഭീഷണൻ തന്നെ വരുത്തിനാൻ. ശ്രീരാമപാദാന്തികെ വീണു സാഷ്ടാംഗമാരൂഢമോദം നമസ്കരിച്ചിടിനാൻ. രാമം വിശാലാക്ഷമിംഗീവരദളശ്യാമളം കോമളം ബാണധനുർധരം. സോമബിംബാഭപ്രസന്നമുഖമുജം കാമദം കാമോപമം കമലാവരം. കാന്തം കരുണാകരം കമലക്ഷണം ശാന്തം ശരണ്യം വരേണ്യം വരപ്രദം. ലക്ഷ്മണ സംയുതം സുഗ്രീവമാരുതി മുഖ്യ കപികുല സേവിതം രാഘവം. കണ്ടുകൂപ്പിത്തൊഴുതേറ്റം വിനീതരായുണ്ടായ സന്തോഷമോടും വിഭീഷണൻ. ഭക്തപ്രിയനായ ലോകൈകനാഥനെ ഭക്തിപരവശനായി സ്തുതിച്ചിടിനാൻ. ശ്രീരാമ സീതാമനോഹര രാഘവ, ശ്രീരാമ രാജേന്ദ്ര രാജീവലോചന, ശ്രീരാമ രാക്ഷസവംശവിനാശന, ശ്രീരാമപാദാംബുജം നമസ്തേ സദാ. ചണ്ഡാംശുഗോത്രോദ്ഭവായ നമോ നമഃ. ചണ്ഡകോദണ്ഡധരായ നമോ നമഃ. പണ്ഡിതഹൃത്പുണ്ഡരീകചണ്ഡാംശവേ ഖണ്ഡപരശുപ്രിയായ നമോ നമഃ. രാമായ സുഗ്രീവമിത്രായ കാന്തായ രാമായ നിത്യമനന്തായ ശാന്തായ രാമായ വേദാന്തവേദ്യായ ലോകാഭിരാമായ രാമഭദ്രായ നമോ നമഃ. വിശ്വോദ്ഭവസ്ഥിതി സംഹാര ഹേതവേ വിശ്വായ വിശ്വരൂപായ നമോ നമഃ. നിത്യമനാദിഗൃഹസ്ഥായ തേ നമോ നിത്യായ സത്യായ ശുദ്ധായ തേ നമഃ. ഭക്തപ്രിയായ ഭഗവതേ രാമായ മുക്തിപ്രദായ മുകുന്ദായ തേ നമഃ.
വിശ്വേശനാം നിൻ തിരുവടിതാനല്ലോ വിശ്വോദ്ഭവസ്ഥിതി സംഹാര കാരണൻ. സന്തതം ജംഗമാജംഗമഭൂതങ്ങൾ അന്തർബഹിർ വ്യാപ്തനാകുന്നതും ഭവാൻ. നിന്മഹാമായയാ മൂടിക്കിടക്കുമാ നിർമ്മലമാ പരബ്രഹ്മമജ്ഞാനിനാം. തന്മൂലമായുള്ള പുണ്യപാപങ്ങളാൽ ജന്മമരണങ്ങളുണ്ടായി വരുന്നിതും. അത്ര നാളേക്കും ജഗത്തൊക്കവേ ബലാൽ സത്യമായി തോന്നുമതിനില്ല സംശയം. എത്ര നാളേക്കറിയാതെയിരിക്കും ഇതദ്വയമാം പരബ്രഹ്മം സനാതനം. പുത്രധാരാദി വിഷയങ്ങളിൽ അതിശക്തി കലർന്നു രമിക്കും നിതന്വഹം. ആത്മാവിനെ അറിയായികയാൽ നിർണയം ആത്മനി കാണേണമാത്മാനമാത്മനാ. ദുഃഖപ്രദം വിഷയേന്ദ്രിയ സംയോഗമൊക്കെയുമോർത്താലൊടുക്കമനാത്മനാ. ആദികാലേ സുഖമെന്നു തോന്നിക്കുമതേതും വിവേകമില്ലാതവർ മാനസേ. ഇന്ദ്രാഗ്നിധർമ്മരക്ഷോ വരുണാനില ചന്ദ്രരുദ്രാജാഹിപാദികളൊക്കെയും ചിന്തിക്കിലോ നിൻ തിരുവടി നിർണയം. അന്തവുമാദിയുമില്ലാത്ത ദൈവമേ, കാലസ്വരൂപനായിടുന്നതും ഭവാൻ. സ്ഥൂലങ്ങളിൽ വച്ചതിസ്ഥൂലനും ഭവാൻ. നൂനമണുവിങ്കൽ നിന്നണിയാൻ ഭവാൻ. മാനമില്ലാതെ മഹത്തത്വവും ഭവാൻ. സർവലോകാനാം പിതാവായതും ഭവാൻ. സർവലോകേശ മാതാവായതും ഭവാൻ. സർവദാ സർവധാതാവായതും ഭവാൻ. ദർവീകരേന്ദ്രശയനാദയാനിധേ. ആദിമധ്യാന്തവിഹീനൻ പരിപൂർണനാധാരഭൂതൻ പ്രപഞ്ചത്തിനീശ്വരൻ. അച്യുതനൗവ്യയനൗവ്യക്തനദ്വയൻ. സച്ചിത് പുരുഷൻ പുരുഷോത്തമൻ പരൻ. നിശ്ചലൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണൻ. നിശ്ചയിച്ചാർക്കുമറിഞ്ഞുകൂടാതവൻ. നിർവികാരൻ നിരാകാരൻ നിരീശ്വരൻ. നിർവികൽപ്പൻ നിരൂപാശ്രയൻ ശാശ്വതൻ. ഷഡ്ഭാവഹീനൻ പ്രകൃതി പരൻ പുമാൻ. സദ്ഭാവയുക്തൻ സനാതനൻ സർവഗൻ. മായാമനുഷ്യൻ മനോഹരൻ മാധവൻ. മായാവിഹീനൻ മധുകൈടഭാന്തകൻ. ജ്ഞാനിഹ ത്വത്പാദഭക്തി നിശ്രേണിയേ. സാനന്ദമാശു സംപ്രാപ്യ രഘുപതേ. ജ്ഞാനയോഗാഖ്യസൗധം കരേറിടുവാൻ. മാനസേ കാമിച്ചു വന്നേൻ ജഗത്പതേ. സീതാപദേ രാമ കാരുണികോത്തമാ. യാതുധാനാന്തക രാവണാരേ ഹരേ. പാദാംബുജം നമസ്തേ. ഭവസാഗരഭീതനാമെന്നെ രക്ഷിച്ചുകൊള്ളേണമേ. ഭക്തിപരവശനായി സ്തുതിച്ചേടിന ഭക്തനെ കണ്ടു തെളിഞ്ഞു രഘുത്തമൻ. ഭക്തപ്രിയൻ പരമാനന്ദം ഉൾക്കൊണ്ടു
മുഗ്ധസ്മിതപൂർവമേവമരുൾ ചെയ്തു. ഇഷ്ടമായുള്ള വരത്തെ വരിക്ക സന്തുഷ്ടനാം ഞാൻ വരദാനേക തത്പരൻ. ഒട്ടുമേ താപമൊരുത്തനെന്നെ കണ്ടു കിട്ടിയാൽ പിന്നെയുണ്ടാകയില്ലോർക്ക നീ. രാമവാക്യാമൃതം കേട്ടു വിഭീഷണൻ ആമോദമുൾക്കൊണ്ടുണർത്തിച്ചരുളിനാൻ. ധന്യനായേൻ കൃതകൃത്യനായേനഹം ധന്യാകൃതേ കൃതകാമനായേനഹം. ത്വത്പാദപത്മാവലോകനം കൊണ്ടു ഞാനിപ്പോൾ വിമുക്തനായേനില്ല സംശയം. മത്സമനായൊരു ധന്യനിൽ ഒഴിയിൽ മത്സമനായൊരു ശുദ്ധനുമില്ലഹോ. മത്സമനായി മറ്റൊരുവനുമില്ലിഹ ത്വത്സ്വരൂപം മമ കാണായ കാരണാൽ. കർമ്മബന്ധങ്ങൾ നശിപ്പതിനായിനി നിർമ്മലമാഭവജ്ഞാനവും ഭക്തിയും. ത്വധ്യാന സൂക്ഷ്മവും ദേഹി മേ രാഘവ. ചിത്തേ വിഷയസുഖാശയില്ലേതുമേ ത്വത്പാദപങ്കജഭക്തിരേവാസ്തു മേ. നിത്യമിളക്കമൊഴിഞ്ഞു കൃപാനിധേ യുദ്ധമാകർണ്യ സംപ്രീതനാം രാഘവൻ നക്തഞ്ചരാധിപൻ തന്നോടരുൾ ചെയ്തു. നിത്യം വിഷയവിരക്തരായി ശാന്തരായി ഭക്തി വളർന്നതിശുദ്ധമതികളായി ജ്ഞാനികളായുള്ള യോഗികൾ മനസ്സേ ഞാനിരിപ്പൂ മമ സീതയുമായി മുദാ. ആകയാൽ എന്നെയും ധ്യാനിച്ചു സന്തതം വാഴ്ക നീ എന്നാൽ നിനക്കു മോക്ഷം വരും. അത്രയുമല്ല നിന്നാൽ കൃതമായൊരു ഭക്തികര സ്തോത്രം അത്യന്ത ശുദ്ധനായി നിത്യവും ചൊൽകയും കേൾക്കയും ചെയ്യലും മുക്തി വരുമതിനില്ലൊരു സംശയം. യുദ്ധമരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോടു ഭക്തപ്രിയനരുൾ ചെയ്തിതു സാദരം. എന്നെ കനിവോടു കണ്ടതിന്റെ ഫലമിന്നു തന്നെ വരുത്തേണമതിന്നു നീ. ലങ്കാധിപനിവനെന്നഭിഷേകവും ശങ്കാവിഹീനമൻപോടു ചെയ്തിടുക. സാഗരവാരിയും കൊണ്ടുവന്നിടുക. ശാഖാമൃഗാധിപന്മാരുമായി സത്വരം. അർക്കചന്ദ്രന്മാരുമാകാശഭൂമിയും മത്കഥയും ജഗത്തിങ്കലുള്ള അന്നിവൻ വാഴ്ക ലങ്കാരാജ്യമേവം മമാജ്ഞയാ ഭാഗവതോത്തമനായ വിഭീഷണ. പങ്കജനേത്രവാക്യം കേട്ടു ലക്ഷ്മണൻ ലങ്കാപുരാധിപത്യാർത്ഥമഭിഷേകം അൻപോടു വാദ്യഘോഷേണ ചെയ്തിടിനാൻ. വൻപരാം വാനരാധീശ്വരന്മാരുമായി സാധുവാദേന മുഴങ്ങി ജഗത്രയം. സാധുജനങ്ങളും പ്രീതി പൂണ്ടിടിനാർ. ആതിഥേയോത്തമന്മാർ പുഷ്പവൃഷ്ടിയും ആധിവേറിട്ടു ചെയ്തിടിനാമാദരാൽ.
അപ്സര സ്ത്രീകളും നൃത്തഗീതങ്ങളാൽ അപ്പുരുഷോത്തമനെ ഭജിച്ചിടിനാർ. ഗന്ധർവ കിന്നര കിം പുരുഷന്മാരും അന്തർമുദ സിദ്ധവിദ്യാധരാദിയും ശ്രീരാമചന്ദ്രനെ വാഴ്ത്തി സ്തുതിച്ചിതു. ഭേരി നിനാദം മുഴക്കിനാരുംബരും. പുണ്യജനേശ്വരനായ വിഭീഷണൻ തന്നെ പുണർന്നു സുഗ്രീവനും ചൊല്ലിനാൻ. പാരേഴു രണ്ടിനും നാഥനായി വാഴുമീ ശ്രീരാമ കിങ്കരന്മാരിൽ മുഖ്യൻ ഭവാൻ. രാവണ നിഗ്രഹത്തിനു സഹായവുമാവോളമാശു ചെയ്യണം ഭവാനിനി. കേവലം ഞങ്ങളും മുന്നടക്കുന്നുണ്ടു സേവയാ സിദ്ധിക്കുമേറ്റമനുഗ്രഹം. സുഗ്രീവവാക്യമാകർണ്യ വിഭീഷണനഗ്രേ ചിരിച്ചവനോടു ചൊല്ലിടിനാൻ. സാക്ഷാൽ ജഗന്മയനാമഖിലേശ്വരൻ സാക്ഷിഭൂതൻ സകലത്തിനുമാകയാൽ എന്തു സഹായേന കാര്യമവിടേക്കു ബന്ധുശത്രുക്കളെന്നുള്ളതുമില്ലകേൽ. ഗൂഢസ്ഥനാനന്ദപൂർണനേകാത്മകൻ കൂടസ്ഥനാശ്രയം മറ്റാരുമില്ലടോ. മൂഢത്വമത്രേ നമുക്കു തോന്നുന്നതു ഗൂഢത്രിഗുണഭാവേന മായാബലാൽ. തതുവശന്മാരൊക്കെ നാം എന്നറിഞ്ഞുകൊണ്ടദ്വയഭാവേന സേവിച്ചു കൊള്ളുക നാം. നക്തഞ്ചരപ്രവരോക്തികൾ കേട്ടൊരു ഭക്തനാം ഭാനുജനും തെളിഞ്ഞീടിന. രാവണൻ തൻ നിയോഗേന വിഭീഷണൻ ദേവദേവേശ പാദാബ്ജ സേവാർത്ഥമായി. രാവണൻ നിയോഗിച്ചു എന്ന് വെച്ചാൽ അവിടെ നിന്ന് പുറത്താക്കി. അതുകൊണ്ട് നീ പൊയ്ക്കോളൂ എന്ന ഒരു ആജ്ഞ അനുവാദമാക്കി എടുത്തിട്ട് വന്നു എന്നർത്ഥം. അങ്ങനെ ദേവദേവേശന്റെ പാദാബ്ജ സേവാർത്ഥമായിട്ട് ശോകം വിന, ഒട്ടും ദുഃഖമില്ല, ആശങ്കയില്ല. വരുന്നത് ഒരു രാജ്യം ഉപേക്ഷിച്ചിട്ടാണ്. തൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ടവരെയെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് വിഭീഷണൻ വരുന്നത്. മാത്രമല്ല ഭഗവാൻ സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് യാതൊരു ഉറപ്പുമില്ല. കാരണം ഫലത്തിൽ ശത്രുപക്ഷത്താണിപ്പോൾ ശ്രീരാമചന്ദ്രൻ നിൽക്കുന്നത്. അങ്ങനെയുള്ള ശ്രീരാമചന്ദ്രന്റെ അടുത്തേക്ക് ഒരാകുലതയും ഇല്ലാതെ പോകാൻ സാധിക്കണമെങ്കിൽ അതിൻ്റെ പേരാണ് ശരണാഗതി. അങ്ങനെ ഒരു ധൈര്യത്തിൽ നാലമാത്യരുമായി ഉടൻ ആകാശമാർഗെ ഗമിച്ചാൻ അതിദ്രുതം. ശ്രീരാമദേവൻ ഇരുന്നരുളുന്നതിൻ നേരെ മുകളിൽ നിന്ന് ഉച്ചൈസ്തരം, ഉച്ചത്തിൽ വ്യക്തവർണ്ണേന, വ്യക്തമായ അക്ഷരങ്ങളോടുകൂടെ ചൊല്ലിയിടിനാൻ എത്രയും. ഭക്തി വിനയ വിശുദ്ധം അതിസ്ഫുടം. ആ വാക്കുകളിലുണ്ട് ഭക്തി. രാമ രമാരമണ ത്രിലോകീപതേ സ്വാമിൻ ജയ ജയനാഥ ജയ ജയ. രാജീവനേത്ര മുകുന്ദ ജയ ജയ. രാജശിഖാമണി സീതാപതേ ജയ. സത്യം സത്യമായിട്ട് പറയുന്നു, രാവണൻ തന്നെ സോദരൻ ഞാൻ. തവ സേവാർത്ഥമായി വിടകൊണ്ടേൻ ഞാൻ അവിടെ നിന്ന് ഇവിടെ വന്നിരിക്കുന്നു ദയാനിധേ. ആംനായമൂർത്തേ, ആംനായം വേദം, വേദമൂർത്തേ രഘുപതേ ശ്രീപദേ. നാംനാ വിഭീഷണൻ, എൻ്റെ പേര് വിഭീഷണൻ. ത്വദ്ഭക്ത സേവകൻ, അങ്ങയെ ഭക്തിയോടെ സേവിക്കാൻ വന്നിരിക്കുന്നു ഞാൻ. ദേവിയെ കട്ടത് അനുചിതം നീ, സീതാദേവിയെ കട്ടുകൊണ്ടുവന്നത് അനുചിതമാണ് എന്ന് രാവണനോട് ഞാൻ നല്ലത് ചൊല്ലിയേൻ. അവന് ഹിതം ഞാൻ ഉപദേശിച്ചു. എന്നിട്ട് ദേവിയെ ശ്രീരാമനായിക്കൊണ്ട് നൽകുക എന്ന് ആവോളം ഏറ്റം പറഞ്ഞേൻ പലതരം.
വിജ്ഞാനമാർഗമെല്ലാം ഉപദേശിച്ചു. ആത്മജ്ഞാനത്തിനുള്ള വഴികൾ വരെ ഞാൻ ഉപദേശിച്ചു. എന്നാൽ ഉപദേശിച്ചത് അജ്ഞാനിയാകയാൽ ഏറ്റതില്ലേതുമേ. തമോഗുണിയായിട്ടിരിക്കുന്ന രാവണന് അത് ഉൾക്കൊള്ളാൻ പോലും സാധിച്ചില്ല. അതൊന്ന് കേൾക്കാൻ പോലുമുള്ള മനസ്സ് കാണിച്ചില്ല. പഥ്യമായുള്ളത് ചൊല്ലിയതേറ്റം അപഥ്യമായി വന്നിതവന് വിധിവശാൽ. അവന്റെ നന്മയെ കരുതി ഞാൻ പറഞ്ഞതൊക്കെ ഇപ്പോൾ നേരെ തിരിച്ചെടുത്തിരിക്കുകയാണ്. തലതിരിച്ചാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെയാണ് തമോ ഗുണികൾ. നമ്മൾ നല്ലത് ഉദ്ദേശിച്ച് പറഞ്ഞാലും അവർ കാണുന്ന അർത്ഥം മുഴുവൻ അതിൻ്റെ നേർവിപരീതമായിരിക്കും. അതങ്ങനെയേ വരികയുള്ളൂ. മാത്രമല്ല, വാളുമായെന്നെ വധിപ്പാൻ അടുത്തിതു കാളഭുജംഗവേഗേന. ഒരു കാളസർപ്പത്തിന്റെ വേഗത്തിൽ എന്നെ വധിക്കാൻ വേണ്ടി അടുത്തു വരികയും ചെയ്തു. മൃത്യുഭയത്താൽ അടിയനും എത്രയും ചിത്താകുലതയാ പാഞ്ഞു പാഞ്ഞിങ്ങുഹ. രാവണന്റെ വാളിന് ഇരയാകുമോ എന്ന ആകുലതയിൽ ഞാൻ ഓടിപ്പോന്നതാണ്. 4 അമാത്യന്മാരുമായി വിടകൊണ്ടേൻ ഒരാലംബനം മറ്റെനിക്കില്ല ദൈവമേ. ഇതാണ് ശരണാഗതി. ഇനി എനിക്ക് ആരുമില്ല, ഭഗവാൻ മാത്രം. ജന്മമരണമോക്ഷാർത്ഥം ഭവച്ചരണാംബുജം മേ ശരണം കരുണാംബുധേ. ഇത്തം വിഭീഷണ വാക്യങ്ങൾ കേട്ടളവുത്ഥായ എഴുന്നേറ്റിട്ട് സുഗ്രീവനും പറഞ്ഞിടിനാൻ. എന്നാൽ സുഗ്രീവന് അത്ര അങ്ങോട്ട് ദഹിച്ചിട്ടില്ല. അതുകൊണ്ട് സുഗ്രീവൻ പറഞ്ഞു, വിശ്വേശ, രാക്ഷസൻ മായാവിയത്രയും വിശ്വാസയോഗ്യനല്ലെന്നത് നിർണയം. ഇയാൾ നമ്മുടെ ശത്രുപക്ഷത്താണ്, രാക്ഷസനാണ്, മായാപ്രയോഗത്തിൽ അത്യധികം സാമർഥ്യമുള്ളവരാണ്, വിശ്വസിക്കാൻ കൊള്ളില്ല. പിന്നെ വിശേഷിച്ച് രാവണ രാക്ഷസൻ തന്നെ സോദരൻ വിക്രമമുള്ളവനാണ്, അതും ആയുധപാണിയായിട്ടാണ് വന്നിരിക്കുന്നത്. വന്നാൻ അമാത്യരും മായാവിശാരദന്മാരെന്ന് നിർണയം. ഇവരൊക്കെ മായാപ്രയോഗത്തിൽ അത്രയും സാമർഥ്യമുള്ളവരാണ്. ഛിദ്രം കുറഞ്ഞൊന്നു കാൺകിലും, ഇപ്പോൾ നല്ല ഭാവത്തിലൊക്കെ നിൽക്കുന്നു എങ്കിലും നമ്മുടെ നിദ്രയിലെങ്കിലും നിഗ്രഹിച്ചിടുമേ. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നമ്മൾ ഉറക്കം പിടിച്ചാൽ നമ്മെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്. ചിന്തിച്ചുടൻ നിയോഗിക്ക കവികളെ, ഹന്തവ്യൻ ഇന്ന് ഇവനില്ലൊരു സംശയം. അതുകൊണ്ട് നന്നായിട്ട് ചിന്തിച്ച് കവികളെ, അതായത് കൂടെയുള്ള കവികളോടും കൂടെ പറയുകയാണ്, ശ്രദ്ധിച്ചുകൊള്ളുക, ഇവൻ ഹന്തവ്യനാണ്. ശത്രുപക്ഷത്തിങ്കലുള്ള ജനങ്ങളെ മിത്രമെന്നോർത്തുടൻ വിശ്വസിക്കുന്നതിൽ ശത്രുക്കളെ തന്നെ വിശ്വസിച്ചിടുന്നത് ഉത്തമമാകുന്നതെന്നതോർക്കേണമേ. ശത്രുപക്ഷത്ത് നിന്ന് ഒരാളെ വിശ്വസിക്കുക എന്ന് വെച്ചാൽ ശത്രുവിന് തലവെച്ചു കൊടുക്കുന്നത് പോലെയാണ്, ശത്രുക്കളെ വിശ്വസിക്കുന്നതിന് തുല്യമാണ്. ചിന്തിച്ചു കണ്ടിനി നിന്തിരുവുള്ളത്തിൽ എന്തോന്ന് അഭിമതം എന്ന് അരുൾ ചെയ്യണം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, എനിക്കിങ്ങനെയാണ് തോന്നുന്നത്, എന്തായാലും അങ്ങേക്ക് എന്താണോ തോന്നുന്നത് അത് പറയുക. മറ്റുള്ള വാനരവീരരും ചിന്തിച്ച് കുറ്റം വരായ്വാൻ പറഞ്ഞാർ പലതരം. എല്ലാവരും എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ പറയാൻ തുടങ്ങി. അന്നേരം ഉത്ഥായ വന്ദിച്ചു മാരുതി ചൊന്നാൻ, വിഭീഷണൻ ഉത്തമനെത്രയും വന്ന് ശരണം ഗമിച്ചവൻ തന്നെ നാം നന്ന് രക്ഷിക്കുന്നതെന്ന് എന്നുടേ മതം. ഇതാണ് ഓരോരുത്തരുടെ സ്വഭാവത്തിനനുസരിച്ചാണ് ആളുകളെ വിലയിരുത്തുന്നത്. നമ്മൾ ഒരാളെ വിലയിരുത്തുന്നതിൽ നിന്ന് നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നത് നമ്മുടെ സ്വഭാവമാണ്. അതാണ് ഇവിടെ മാരുതിയും സുഗ്രീവനും മറ്റു വാനരന്മാരും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ ഹനുമാൻ തുടർന്ന് പറയുന്നു, നക്തഞ്ചര അന്വയത്തിങ്കൽ ജനിച്ചവർ ശത്രുക്കളെ വരുമെന്ന് വന്നിടുമോ? ആ രാക്ഷസവംശത്തിൽ ജനിച്ചുപോയി എന്ന് വിചാരിച്ച് എല്ലാവരും ശത്രുക്കളാകുമോ? നല്ലവരുണ്ടാം അവരിലും എന്നുള്ളത് എല്ലാവരും നിരൂപിച്ചു കൊള്ളേണമേ. എല്ലാ ഗണത്തിലും നല്ലവരുമുണ്ട്, ചീത്ത ആളുകളും ഉണ്ട്. ഒരിക്കലും ഒരു കുലത്തെയോ ഒരു ജാതിയെയോ ഒരു വംശത്തെയോ ഒന്നും അടച്ചാക്ഷേപിക്കാൻ സാധ്യമല്ല. കാരണം എല്ലാം മനുഷ്യരാണ്. അല്ലാതെ
ഈ ഗണത്തിലുള്ളവർ മോശം, ഇന്ന ഗണത്തിലുള്ളവർ നല്ലത്, അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഓരോ വ്യക്തിയും നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഭഗവത്ഗീതയിൽ പഠിച്ചിട്ടുണ്ട്, ഓരോരുത്തരും സത്വഗുണിയാകാം, രജോഗുണിയാകാം, തമോ ഗുണിയാകാം. അത് ഒരു ഗണത്തിൽ പെട്ടു എന്ന് വിചാരിച്ച് അതിലുമുണ്ടാകും സത്വഗുണികളും രജോ ഗുണികളും തമോ ഗുണികളും ഒക്കെ. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഗണത്തെ ഒരിക്കലും കുറ്റപ്പെടുത്താനും പാടില്ല, നല്ലത് പറയാനും പാടില്ല. എല്ലാ ഗണത്തിലും എല്ലാ തരത്തിലുള്ള ആളുകളും ഉണ്ടാകും. അതാണ് പറയുന്നത്, ജാതി നാമാദികൾക്കല്ല ഗുണഗണഭേദമെന്നത്രേ ബുധന്മാരുടെ മതം. ഒരാളുടെ ജാതി ഏതാണ്, അയാൾ ഏത് വംശത്തിലാണ്, ഇതൊന്നുമല്ല അയാൾ നല്ലവനോ ചീത്തയാളോ എന്ന് തീരുമാനിക്കാനുള്ള മാനദണ്ഡം. അതിനപ്പുറം അയാളുടെ ഗുണമാണ്, ഏത് ഗുണത്തിലുള്ളയാണ് ഉള്ള ആളാണ് അദ്ദേഹം, അതാണ് നമ്മൾ നോക്കേണ്ടത് എന്നാണ് ബുദ്ധന്മാർ, പണ്ഡിതന്മാർ പറയുന്നത്. മാത്രമല്ല, ശാശ്വതമായുള്ള ധർമ്മം നൃപതികൾക്ക് ആശ്രിതരക്ഷണമെന്ന് ശാസ്ത്രോക്തിയും. ശാസ്ത്രം പറയുന്നത് നമ്മെ ആശ്രയിക്കുന്നത് അതാരായാലും അവരെ സംരക്ഷിക്കേണ്ടത് ഒരു ക്ഷത്രിയ ധർമ്മമാണ്, ഒരു ക്ഷത്രിയന്റെ ധർമ്മമാണ്. ശ്രീരാമചന്ദ്രൻ ഒരു ക്ഷത്രിയനാണ്. യുദ്ധം പലരും പലവിധം ചൊന്നവ ചിത്തെ ധരിച്ച് അരുൾ ചെയ്തു രഘുപതി. എല്ലാവരും പറഞ്ഞത് കേട്ടു. അവസാനം ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, മാരുതി ചൊന്നത് ഉപപന്നമെത്രയും, അതാണ് ശരിയായ തീരുമാനം. വീരാ വിഭാകരപുത്ര വരികടോ. വിഭാകരപുത്രൻ വിശ്രവസിന്റെ മക്കളാണ്. അങ്ങനെ ഒരു പേരുണ്ടാകാം, വിഭാകരൻ എന്നത്. അങ്ങനെ ഒരു പേരിലൂടെയാണ് വിളിക്കുന്നത്. വിഭീഷണ വരിക, ഞാൻ പറയുന്നത് കേൾപ്പിനെല്ലാവരും, ജാംബവതാദി നീതിജ്ഞവരന്മാരെ. എല്ലാവരോടുമായിട്ട് ശ്രീരാമചന്ദ്രൻ പറയുകയാണ്, ഉർവീശനായാൽ അവൻ, ഉർവീശൻ എന്ന ക്ഷത്രിയൻ, ക്ഷത്രിയനായാൽ അവൻ ആശ്രിതന്മാരെ സർവശോ രക്ഷേത് ശുനഹ ശ്വപചാൻ അപി. അത് ഒരുമിച്ച് പറയുമ്പോഴാണ് രക്ഷേച്ഛുനശ്വപചാൻ അപി. അപ്പോൾ ക്ഷത്രിയന്റെ ധർമ്മമാണ്. അതിനി വരുന്നത് ഒരു പട്ടിയാണെങ്കിലും നായയാണെങ്കിലും അതാണ് ശുനഹ. ഇനി ആ പട്ടിയെ കൊന്നു തിന്നുന്ന ചണ്ടാളൻ ശ്വപജഹ. അങ്ങനെയാണെങ്കിൽ പോലും തന്നെ ആശ്രയിക്കുന്ന ഒരാളെ വെറുതെ വെറും കൈയോടെ തിരിച്ചയക്കരുത്, അവർക്ക് അഭയം കൊടുക്കണം. അങ്ങനെ രക്ഷിയാഞ്ഞാൽ, രക്ഷിക്കുന്നില്ല എങ്കിൽ അവൻ ബ്രഹ്മഹ, അതായത് ബ്രഹ്മഹത്യാ പാപം ചെയ്തതിന് തുല്യമാണ് കേവലം. മാത്രമല്ല രക്ഷിതവും, ഇനി രക്ഷിക്കുകയാണെങ്കിലോ അശ്വമേധം ചെയ്ത പുണ്യവാൻ. ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ മതി, അയാൾ ഒരു അശ്വമേധയാഗം ചെയ്തതിന് തുല്യമായ പുണ്യം നേടും, തങ്ങളെ ആശ്രയിക്കുന്നവർക്ക് അഭയം കൊടുത്താൽ എന്ന് ചൊല്ലുന്നിതു വേദശാസ്ത്രങ്ങളിൽ. പുണ്യപാപങ്ങൾ അറിയരുതേതുമേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിട്ട് വേണം പെരുമാറാൻ. ഒരിക്കലും പുണ്യമോ പാപമോ, നമ്മുടെ ഒരു തെറ്റായ നിഗമനം കൊണ്ട് നമ്മൾ പുണ്യവാൻ ആകുന്നത് പാപമായി തീരാൻ പാടില്ല. ഇനി ഒരു കഥ പറയുകയാണ്. മുന്നം ഒരു കപോതം, മുമ്പ് ഒരു പ്രാവ് നിജ പേടയോടൊന്നിച്ചൊരു വനം തന്നിൽ മേവിയിടിനാൻ. ഒരിക്കൽ ഒരു പ്രാവ് തന്റെ ഇണപക്ഷിയോടുകൂടെ അങ്ങനെ ജീവിക്കെ ഉന്നതമായൊരു പാതവ അഗ്രേ, ഒരു മരത്തിന്റെ മുകളിൽ തഥാ, അപ്പോൾ ചെന്നൊരു കാട്ടാളൻ എയ്തുകൊന്നിടിനാൻ തന്നുടെ പക്ഷിണിയെ സുരതാന്തരെ. അവർ ഇണചേരുന്ന സമയത്താണ്, അതിനുശേഷമാണ് ഈ പക്ഷിണിയെ, പെൺപക്ഷിയെ ആ കാട്ടാളൻ എയ്തു കൊല്ലുന്നത്. അങ്ങനെ വന്നൊരു ദുഃഖം പൊറാഞ്ഞു കരഞ്ഞവൻ തന്നെ മറന്നിരുന്നിടും ദശാന്തരെ. അങ്ങനെ സങ്കടം കൊണ്ട് അങ്ങനെ ആ പ്രാവ് ഇരിക്കുന്ന സമയത്ത് വന്നിതു കാറ്റും മഴയും, ദിനേശനും ചെന്നു ചരമാബ്ധി തന്നിൽ മറഞ്ഞിതു. ദിനേശൻ സൂര്യൻ, സൂര്യൻ ചെന്ന് ചരമാബ്ധി എന്നാൽ പശ്ചിമാബ്ധിയിൽ പോയി, അതായത് അസ്തമിച്ചു എന്നർത്ഥം. അപ്പോ കാറ്റും മഴയും വന്നപ്പോൾ ഈ പക്ഷിണിയെ കൊന്ന ആ കിരാതൻ, കാട്ടാളൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഖിന്നനായി വന്നു വിശന്നു കിരാതനും. കാരണം തീ കത്തിക്കാൻ സാധിക്കുന്നില്ല, ആകെ മഴയും കാറ്റും മഴയും ആയതുകൊണ്ട്.
അപ്പോൾ താൻ ഇരിക്കുന്ന വൃക്ഷത്തിൻ മുരടതിൽ, അതിന്റെ ചുവട്ടിൽ ദീനതയോട് നിൽക്കുന്ന കാട്ടാളനെ കണ്ട് കരുണ കലർന്ന് കപോതവും, ആ പ്രാവിന് തന്റെ ഭാര്യയെ, ഇണയെ കൊന്ന കാട്ടാളനാണ്, എന്നിട്ട് പോലും അയാൾ വിശന്നിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ ആ പ്രാവിന് സഹിച്ചില്ല. പ്രാവ് പോയി കൊണ്ടുവന്നാശു കൊടുത്തിതു വന്ഹിയും, തീയും കൊടുത്തു, തീ കൂട്ടാനുള്ള ചുള്ളിക്കമ്പുകളും ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ തന്നുടെ കയ്യിലിരുന്ന കപോതിയെ, ആ കാട്ടാളൻ നേരത്തെ കൊന്ന പ്രാവിനെ വന്ഹിയിലിട്ട് ചുട്ട് ആശു തിന്നിയിടിനാൻ. എന്നതുകൊണ്ട് വിശപ്പടങ്ങിയിടാഞ്ഞ് പിന്നെയും പീഡിച്ചിരിക്കും കിരാതന്, തന്നുടെ ദേഹവും നൽകിനാൻ അൻപോട് വന്ഹിയിൽ വീണ് കിരാതാശന അർത്ഥമായി. ആ കിരാതന്റെ വിശപ്പ് ശമിച്ചില്ല എന്ന് കണ്ടപ്പോൾ സ്വയം ആ വന്നിയിലേക്ക് എടുത്തു ചാടി ഈ പ്രാവും. അത്ര പോലും വേണം ആശ്രിത രക്ഷണം. അതാണ് യഥാർത്ഥ ആശ്രിത രക്ഷണം. അപ്പോൾ ഒരു പ്രാവിന് പോലും അങ്ങനെയൊരു തോന്നലുണ്ടെങ്കിൽ മർത്യനെന്നാലോ പറയേണ്ടതില്ലല്ലോ. അപ്പോൾ പിന്നെ മനുഷ്യന്റെ കാര്യം പറയണമോ? ഇനി ഭഗവാൻ പറയാൻ പോകുന്ന വാക്കുകൾ ഏതൊരു ഭക്തനും അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്നെ ശരണമെന്നോർത്തിങ്ങു വന്നവൻ എന്നും അഭയം കൊടുക്കുമതേയുള്ളൂ. ഞാൻ മാത്രമേ ശരണമായിട്ടുള്ളൂ എന്ന് ആര് വിചാരിക്കുന്നുവോ അവർക്ക് ഞാൻ അഭയം കൊടുത്തിരിക്കും. പിന്നെ വിശേഷിച്ചും ഒന്ന് കേട്ടിടുവിൻ, എന്നെ ചതിപ്പതിന് ആരുമില്ലെങ്ങുമേ. എന്നെ ചതിക്കണം എന്ന് മനസ്സിൽ പോലും ഒരാൾക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. അതെനിക്കറിയാൻ സാധ്യമാണ്. അതുകൊണ്ട് അത് നിങ്ങൾ പേടിക്കേണ്ട. ലോകപാലന്മാരെയും മറ്റ് കാണായ ലോകങ്ങളെയും നിമേഷമാത്രം കൊണ്ട് സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിച്ചിടുവാൻ ഒട്ടുമേ ദണ്ഡമെനിക്കില്ല നിശ്ചയം. ഒരു നിമിഷം മതി എനിക്ക് ഈ ലോകത്തെ ഉണ്ടാക്കാനും സംഹരിക്കാനും എല്ലാം. പിന്നെ ഞാൻ ആരെ ഭയപ്പെടുന്നു മുതാ, വന്നിടുവാൻ ചൊല്ലവന മടിയാതെ. അപ്പൊ സുഗ്രീവനോട് തന്നെ പറയുകയാണ്, അവനോട് വരാൻ പറയൂ. വ്യഗ്രിയായി ഏതും ഇതു ചൊല്ലി മാനസേ സുഗ്രീവ, നീ ചെന്നവനെ വരുത്തുക. നിനക്കൊരു വിഷമവും വേണ്ട, ആകുലതയും വേണ്ട, അവൻ ചതിക്കുകയില്ല. എന്നെ ശരണം ഗമിക്കുന്നവർക്ക് ഞാൻ എന്നും അഭയം കൊടുക്കും അതിദ്രുതം. ഞാൻ മാത്രമേ ശരണമുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഏതൊരാൾക്കും ഞാൻ അഭയം കൊടുത്തിരിക്കും. അതും അതിദ്രുതം, എത്രയും പെട്ടെന്ന്. അതിനൊരു താമസമില്ല, കാലതാമസമില്ല. മാത്രമല്ല പിന്നെ അവർക്കൊരു സംസാര ദുഃഖവും വന്നുകൂടാ നൂനം എന്നും അറിയുക നീ. എന്നിൽ ശരണം പ്രാപിച്ച ഒരാൾക്ക് ഈ ലോകത്തിലുള്ള ഒരു ദുഃഖവും അവരെ ബാധിക്കുകയില്ല. ദുഃഖം വരില്ല എന്ന് പറയുന്നില്ല, പക്ഷെ ബാധിക്കുകയില്ല. കാരണം അവരുടെ മനസ്സ് എന്റെ അടുത്താണ്. മനസ്സ് വേണ്ടേ സുഖവും ദുഃഖവും അനുഭവിക്കാൻ? അത് ഭഗവാന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് മറ്റൊരു സുഖം, മറ്റൊരു ദുഃഖം? അങ്ങനെയൊന്നില്ല. ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരൻ വിഭീഷണൻ തന്നെ വരുത്തിനാൻ. ശ്രീരാമപാദാന്തികെ വീണ് സാഷ്ടാംഗമാരൂഢമോദം നമസ്കരിച്ചിടിനാൻ. വിഭീഷണൻ കാലിൽ ദണ്ഡ നമസ്കാരം ചെയ്തു. രാമം വിശാലാക്ഷം ഇന്ദീവരദളശ്യാമളം കോമളം ബാണധനുർധരം സോമബിംബ ആഭ, ചന്ദ്രന്റെ ബിംബം പോലെ, ചന്ദ്രബിംബം പോലെയുള്ള ആ പ്രഭ, അങ്ങനെ പ്രസന്നമായ മുഖാംബുജം, കാമദം, ഏത് കാമനകളെയും ദാനം ചെയ്യുന്നവൻ, വരത്തെ കൊടുക്കുന്നവൻ, കാമോപമം, കാമദേവന് തുല്യനായിട്ടുള്ളവൻ, കമലാവരം, കമല ലക്ഷ്മീദേവിയുടെ വരനായിരിക്കുന്നവൻ, കാന്തം, കരുണാകരം, കമലേക്ഷണം, ശാന്തം, ശരണ്യം, ശരണം പ്രാപിക്കേണ്ടവൻ, വരേണ്യം, ശ്രേഷ്ഠനായിട്ടുള്ളവൻ, വരപ്രദം, വരത്തെ ദാനം കൊടുക്കുന്നവൻ, ലക്ഷ്മണ സംയുതം സുഗ്രീവ മാരുതി മുഖ്യ കപികുല സേവിതം രാഘവം, കണ്ടു കൂപ്പിത്തൊഴുതേറ്റം വിനീതനായി ഉണ്ടായ സന്തോഷമോടും വിഭീഷണൻ, ഭക്തപ്രിയനായ ലോകൈകനാഥനെ ഭക്തിപരവശനായി സ്തുതിച്ചിടിനാൻ. ശ്രീരാമ സീതാ മനോഹര രാഘവ, ശ്രീരാമ രാജേന്ദ്ര രാജീവലോചന, ശ്രീരാമ രാക്ഷസവംശ വിനാശന, ശ്രീരാമ പാദാംബുജം നമസ്തേ സദാ. ചണ്ടാംശു ഗോത്ര ഉദ്ഭവായ, ചണ്ടാംശു സൂര്യൻ, സൂര്യന്റെ ഗോത്രത്തിൽ ജനിച്ച ഭഗവാനായിക്കൊണ്ട് നമസ്കാരം.
ചണ്ഡകോദണ്ഡധരായ, ചണ്ഡമെന്നാൽ അത്രയും ഭയാനകമായിട്ടുള്ള ശത്രുക്കളെ പേടിപ്പെടുത്തുന്ന കോദണ്ഡമെന്ന വില്ല് ധരിച്ച ഭഗവാന് നമോ നമഃ. പണ്ഡിത ഹൃത് പുണ്ടരീക ചണ്ഡാംശവേ, പണ്ഡിതന്മാരായിട്ടുള്ള അവരുടെ ഹൃദയമെന്ന താമര, പുണ്ടരീകം. അപ്പൊ പണ്ഡിതന്മാരുടെ ഹൃദയമാകുന്ന താമരയെ വിടർത്തുന്ന, വികസിപ്പിക്കുന്ന ചണ്ഡാംശു സൂര്യനാണ് ഭഗവാൻ. അപ്പോൾ ഒരു ഭക്തന്റെ ഹൃദയത്തെ വികസിപ്പിക്കുന്ന സൂര്യനാണ് ഭഗവാൻ. ഖണ്ഡപരശുപ്രിയായ നമോ നമഃ. ഖണ്ഡപരശു ശിവൻ, ശിവന് പ്രിയപ്പെട്ടവനായ ഭഗവാന് നമസ്കാരം. രാമായ സുഗ്രീവമിത്രായ കാന്തായ, രാമായ നിത്യം അനന്തായ ശാന്തായ, രാമായ വേദാന്തവേദ്യായ, വേദാന്തം ഉപനിഷത്ത് സത്യങ്ങളെ കൊണ്ട് മാത്രം അറിയാൻ സാധിക്കുന്ന ലോകാഭിരാമായ രാമഭദ്രായ നമോ നമഃ. വിശ്വോദ്ഭവസ്ഥിതി സംഹാരഹേതവേ, ഈ വിശ്വത്തിന്റെ ഉദ്ഭവത്തിനും സ്ഥിതിക്കും സംഹാരത്തിനും കാരണഭൂതനായിട്ടുള്ള ഈ വിശ്വം തന്നെയായിട്ടുള്ള വിശ്വായ വിശ്വരൂപായ നമോ നമഃ. നിത്യം അനാദിഗൃഹസ്ഥായ, ഈ പ്രപഞ്ചം ഒരു വീടാണെങ്കിൽ ആ വീട്ടിലെ അനാദിയായിട്ടുള്ള, ആദിയും അന്തവും ഇല്ലാത്ത ഗൃഹസ്ഥനാണ് ഭഗവാൻ. ആ ഗൃഹസ്ഥനായിക്കൊണ്ട് നമസ്കാരം. നിത്യായ സത്യായ ശുദ്ധായ തേ നമഃ. സത്യസ്വരൂപനായ, ശുദ്ധസ്വരൂപനായ, നിത്യസ്വരൂപനായ ഭഗവാന് നമസ്കാരം. ഭക്തപ്രിയായ ഭഗവതേ രാമായ മുക്തിപ്രദായ മുകുന്ദായ തേ നമഃ. ഇത് നമുക്ക് എഴുതിയെടുത്ത് പഠിച്ച് ചൊല്ലാവുന്ന, സന്ധ്യാനേരത്ത് ചൊല്ലാവുന്ന ഒരു പ്രാർത്ഥനയാണ്. വിശ്വേശ്വനാം നിൻ തിരുവടി താനല്ലോ വിശ്വോദ്ഭവസ്ഥിതി സംഹാരകാരണൻ. ഭഗവാനെ, അങ്ങാണ് ഈ വിശ്വത്തിന്റെ ഉദ്ഭവത്തിനും സ്ഥിതിക്കും സംഹാരത്തിനും കാരണം. സന്തതം ജംഗമ അജംഗമ ഭൂതങ്ങൾ, സ്ഥാവരവും ജംഗമവും ചലിക്കുന്നതും ചലിക്കാത്തതുമായിട്ടുള്ള എല്ലാ ഭൂതങ്ങളുടെയും അന്തഃ ബഹിഹി, ഉള്ളിലും പുറത്തും വ്യാപ്തനാകുന്നതും ഭവാൻ. നിൻ മഹാമായയാ മൂടിക്കിടക്കുമാ നിർമ്മലമാം പരബ്രഹ്മം അജ്ഞാനിനാം. അജ്ഞാനികൾക്ക് അവരുടെ ഉള്ളിലിരിക്കുന്ന പരബ്രഹ്മ സ്വരൂപനായ അങ്ങയെ മഹാമായ തന്നെ, അങ്ങയുടെ തന്നെ മഹാമായ കൊണ്ട് അതങ്ങോട്ട് മൂടിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് തന്മൂലമായുള്ള പുണ്യപാപങ്ങളാൽ, അതുകൊണ്ടാണ് ഈ ലോകത്തിൽ ആളുകൾ പുണ്യവും പാപവും ഒക്കെ ചെയ്യുന്നത്. അതിന്റെ കാരണമായി ജന്മമരണങ്ങൾ ഉണ്ടായി വരുന്നതും. അത്ര നാളേക്കും ഈ ലോകം സത്യമാണെന്ന് ചിന്തിക്കുന്ന അത്ര നാളേക്കും ജഗത്തൊക്കവേ ബലാൽ സത്യമായി തോന്നും, അതിനില്ല സംശയം. എത്ര നാളേക്കറിയാതെ ഇരിക്കുന്നിതദ്വയമാം പരബ്രഹ്മം സനാതനം. എത്ര നാൾ ഇതൊക്കെ ആ പരബ്രഹ്മസ്വരൂപത്തിന്റെ തന്നെ വിവിധ രൂപങ്ങളാണ് എന്ന് അറിയാതെ ഇരിക്കുന്നുവോ, അത്രകാലം പുത്രധാരാദി വിഷയങ്ങളിൽ അതിശക്തി കലർന്നു രമിക്കുന്നിതന്വഹം. അത്ര നാളത്തേക്കും നമുക്ക് ഈ ലോകത്തിൽ എനിക്ക് എന്ന് പറഞ്ഞ് വേണ്ടപ്പെട്ട കുറെ ആളുകളുണ്ട് എന്ന രീതിയിൽ അവരോട് ആസക്തിയോടെ ജീവിച്ച് മരിക്കുന്നു മനുഷ്യൻ. ആത്മാവിനെ അറിയായികയാൽ നിർണയം ആത്മനി കാണേണം ആത്മാനം ആത്മന. ഈശ്വരനെ അറിയുന്നതുവരെ മനസ്സ് ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം. പിന്നീട് ആ ആത്മാവിനെ ഭഗവാനിൽ സമർപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ മനസ്സ് ഭഗവാനിൽ ഒടുങ്ങുമ്പോൾ, മനസ്സ് എന്നൊരു ചിത്തവൃത്തി പിന്നെ അവിടെ ഇല്ല. അതാണ് ആത്മനി കാണേണം ആത്മാനം. ആദ്യം നമ്മുടെ ഉള്ളിൽ ഭഗവാനെ അനുഭവിക്കാൻ മനസ്സുകൊണ്ട് തന്നെയാണ് സാധിക്കുക. അതാണ് ആത്മന. മനസ്സുകൊണ്ട് ഭഗവാനെ ഉള്ളിൽ അനുഭവിക്കണം. പിന്നീട് ആ മനസ്സ് തന്നെ അങ്ങ് ലയിക്കണം. ദുഃഖപ്രദം വിഷയേന്ദ്രിയ സംയോഗം ഒക്കെയും ഓർത്താൽ ഒടുക്കം അനാത്മനം. ഇതൊക്കെ അനാത്മ വസ്തുക്കളാണ് ഈ ലോകത്തിൽ കാണുന്നത്. അതിൽ സുഖം തേടാൻ പോയാൽ അത് അവസാനം ദുഃഖപ്രദമായിരിക്കും. ആദികാലേ സുഖമെന്ന് തോന്നിക്കും അതേതും വിവേകമില്ലാത്തവർ മനസ്സേ. യഥാർത്ഥത്തിൽ ചിന്തിക്കാത്തവർക്കാണ് ഈ ലോകത്തിലുള്ള സുഖമൊക്കെ സുഖമാണെന്ന് തോന്നുന്നത്. ശരിക്കും ചിന്തിച്ചാൽ ഈ ലോകത്തിലുള്ള ഓരോരുത്തരുടെയും ജീവിതം എടുത്തു നോക്കിയാൽ എല്ലാ സുഖങ്ങളും പിന്നീട് ദുഃഖമായി വരുന്നത് നമുക്ക് കാണാം. എന്നാൽ അത് വിവേകമില്ലാത്തവർക്ക് മനസ്സിലാവുന്നില്ല.
ഇന്ദ്ര അഗ്നി ധർമ്മ രക്ഷോ വരുണ അനില ചന്ദ്ര രുദ്ര അജ അഹി അഹിവാദികൾ. അജൻ എന്നാൽ ബ്രഹ്മാവ്, അഹി അനന്തൻ സർപ്പം. ഇവയൊക്കെയും ചിന്തിക്കിലോ നിൻതിരുവടി. നേരത്തെ പറഞ്ഞിരുന്നു വിഭീഷണൻ ഇതൊന്നും ഭഗവാനല്ല എന്ന്. എന്നാൽ ഇപ്പോൾ പറയുന്നു ഇതൊക്കെ ഭഗവാന്റെ വിഭൂതികളാണ്. അപ്പോൾ ഓരോ ദേവന്മാരെ ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ അതിനും അപ്പുറത്തുള്ള പരമാത്മ ചൈതന്യമാണ് ഭഗവാൻ. എന്നാൽ വേറൊരു രീതിയിൽ ഇതെല്ലാം ഭഗവാന്റെ വിഭൂതികളാണ്. ഇതൊക്കെയും ചിന്തിക്കിലോ നിൻതിരുവടി നിർണയം, അന്തവും ആദിയുമില്ലാത്ത ദൈവമേ. കാലസ്വരൂപനായിടുന്നതും ഭവാൻ, സ്ഥൂലങ്ങളിൽ വെച്ച് അതിസ്ഥൂലനും ഭവാൻ. ഈ വിശ്വരൂപം എന്നാൽ ഭഗവാനാണ്. അപ്പോൾ ഏറ്റവും സ്ഥൂലമായിട്ടുള്ളത് ഭഗവാനാണ്. എന്നാൽ ജീവൻ പരമാത്മാവ് എന്നത് ഏറ്റവും സൂക്ഷ്മമാണ്. നൂനം അണുവിങ്കൽ നിന്നണീയാൻ, അത്രയും സൂക്ഷ്മമാണ്. അതുകൊണ്ടാണ് ആർക്കും കാണാൻ സാധിക്കാത്തത്. നമ്മുടെ അവയവങ്ങളെ കൊണ്ട്, കണ്ണെന്ന അവയവത്തെ കൊണ്ട് കാണാൻ സാധിക്കാത്തത്. മാനമില്ലാതെ മഹത്തത്വവും ഭവാൻ. ഒരു അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കാത്തതാണ് ഈ മഹത്തത്വം എന്നൊക്കെ. അത് ഏകദേശം ഒരു ധാരണ വയ്ക്കാമെന്നല്ലാതെ അതും അറിയേണ്ട സത്യമാണ്. അപ്പോഴാണ് ആ മഹത്തത്വത്തെ നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. സർവലോകാനാം പിതാവായതും ഭവാൻ, സർവലോകേശ മാതാവായതും ഭവാൻ, സർവദാ എല്ലായ്പ്പോഴും സർവധാതാവായതും ഭവാൻ. എല്ലാവരുടെയും സൃഷ്ടിക്ക് കാരണഭൂതനായിട്ടുള്ളത് ഭഗവാനാണ്. ദർവീകരേന്ദ്ര ശയന, ദർവീകരേന്ദ്രൻ അനന്തൻ, അനന്തനിൽ ശയനം ചെയ്യുന്ന ദയാനിധേ, ആദിമധ്യാന്ത വിഹീനൻ പരിപൂർണൻ ആധാരഭൂതൻ. എല്ലാ പ്രപഞ്ച വസ്തുക്കൾക്കും ആധാരം ഭഗവാനാണ്. പ്രപഞ്ചത്തിന് ഈശ്വരൻ, ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് ഭഗവാനാണ്. അച്യുതൻ, അവ്യയൻ, അവ്യക്തൻ, അദ്വയൻ, സച്ചിത് പുരുഷൻ, പുരുഷോത്തമൻ, പരൻ, നിശ്ചലൻ, നിർമ്മമൻ, നിഷ്കളൻ, നിർഗുണൻ, നിശ്ചയിച്ചാർക്കും അറിഞ്ഞുകൂടാതവൻ. ഭഗവാൻ എന്താണ് എന്ന് ആർക്കും അറിയാൻ സാധ്യമല്ല. അറിയുന്നവർക്ക് പറഞ്ഞു കൊടുക്കാനും സാധിക്കില്ല. കാരണം അവരതായി തീരുകയാണ് ചെയ്യുന്നത്. നിർവികാരൻ, നിരാകാരൻ, നിരീശ്വരൻ, നിർവികൽപ്പൻ. നിരീശ്വരൻ എന്നാൽ ഭഗവാന് സ്വന്തമായിട്ട് അല്ലെങ്കിൽ ഭഗവാനെ നിയന്ത്രിക്കാൻ ഇവിടെ ആരുമില്ല. അതാണ് നിരീശ്വരൻ. നിർവികൽപ്പൻ, രണ്ട് എന്ന വികൽപ്പം ഇല്ലാത്തവൻ. നിരൂപ ആശ്രയൻ, നിരൂപിക്കാൻ സാധിക്കില്ല. ശാശ്വതൻ, ഷഡ്ഭാവഹീനൻ. 6 വികാരങ്ങളാണ് പൊതുവെ ഈ ലോകത്തിലുള്ളവർക്ക്. ജനിക്കുക, വളരുക, വികസിക്കുക, ഇതൊക്കെ അതില്ലാത്തവൻ. പ്രകൃതി, പരൻ, പുമാൻ, സദ്ഭാവയുക്തൻ. സത്തായിട്ട്, ഉണ്മയായിട്ട് ഇവിടെ എന്തുണ്ടോ അത് ഭഗവാൻ മാത്രം. സനാതനൻ, എന്നുമുള്ളവൻ. സർവകൻ, എല്ലായിടത്തും പോകാൻ സാധിക്കുന്നവൻ. മായാമനുഷ്യൻ, എന്നാൽ മനുഷ്യനായി വന്നാൽ അത് സ്വയം മായയെ സ്വീകരിച്ചു വരുന്നതാണ്. മനോഹരൻ, മാധവൻ, മായാവിഹീനൻ. യഥാർത്ഥത്തിൽ ഭഗവാനെ മായ ബന്ധിക്കുന്നില്ല. മധുകൈഡഭ അന്തകൻ, ഞാനിതാ ഇവിടെ ത്വത്പാദഭക്തി നിശ്രേണിയെ, ഭഗവാനിലുള്ള ഭക്തി എന്ന നിശ്രേണി എന്നാൽ ഏണി തന്നെ. ആ ഏണിയെ വെച്ചുകൊണ്ട് ഞാനിതാ സാനന്ദമാശു സംപ്രാപ്യ രഘുപതേ, അങ്ങാകുന്ന തത്വത്തിലേക്ക് കയറാൻ ശ്രമിക്കുകയാണ് ഭഗവാനെ. ജ്ഞാനയോഗാഖ്യ സൗധം, എന്താണ് ആ മാളികയുടെ പേര്? ജ്ഞാനയോഗം. അതിലേക്ക് കയറാനുള്ള ഒരു ശ്രമത്തിലാണ്. അതിനുള്ള ഏണി ഭക്തിമാർഗമാണ്. അങ്ങനെ കരയേറിയിടുവാൻ മനസ്സേ കാമിച്ചു വന്നേൻ ജഗത്പതേ, ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ട് വന്നതാണ് ഭഗവാനെ. സീതാപതേ രാമ കാരുണികോത്തമ യാതുധാനാന്തക, രാക്ഷസന്മാരെ വംശനാശം വരുത്താൻ വന്ന ഭഗവാനെ. രാവണ അരേ, രാവണന്റെ ശത്രുവായിരിക്കുന്ന ഭഗവാനെ. പാദാംബുജം നമസ്തേ ഭവസാഗര ഭീതനാം എന്നെ. ഈ സംസാര സാഗരത്തെയാണ് എനിക്ക് പേടി, വേറെ ഒന്നുമല്ല. അങ്ങനെ പേടിക്കുന്ന എന്നെ രക്ഷിച്ചുകൊള്ളേണമേ. ഭക്തിപരവശനായി സ്തുതിച്ചിടിന ഭക്തനെ കണ്ട് തെളിഞ്ഞ രഘൂത്തമൻ. ഭക്തപ്രിയൻ പരമാനന്ദം ഉൾക്കൊണ്ട് മുഗ്ധസ്മിതപൂർവം ഏവം അരുൾ ചെയ്തു. ഭഗവാനും സന്തുഷ്ടനായി. ഇഷ്ടമായുള്ള വരത്തെ വരിക്ക സന്തുഷ്ടനാം ഞാൻ, വരദാന ഏക തത്പരൻ.
എനിക്ക് ഞാൻ പ്രസാദിച്ചാൽ അത് വരത്തെ കൊടുക്കാൻ, അങ്ങനെയുള്ളവർക്ക് വരത്തെ കൊടുക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. ചോദിക്കൂ, എന്തു വേണം? ഒട്ടുമേ താപം ഒരുത്തൻ എന്നെ കണ്ടുകിട്ടിയാൽ പിന്നെ ഉണ്ടാകയില്ലോർക്ക നീ. ഈ ലോകത്തുള്ളവരുടെ ദുഃഖം എന്നെ കിട്ടാത്തതാണ്. എന്നെ കിട്ടിയാൽ അവർക്ക് പിന്നെ ദുഃഖമില്ല. അതുകൊണ്ട് പറയൂ നീ. രാമവാക്യാമൃതം കേട്ട് വിഭീഷണൻ ആമോദം ഉൾക്കൊണ്ടുണർത്തിച്ചരുളിനാൻ. ധന്യനായേൻ കൃതകൃത്യനായേനഹം ധന്യാകൃതേ കാമനായേനഹം. മതി, എനിക്കിത് കേട്ടാൽ മതി. ഞാൻ ധന്യനായി, കൃതകൃത്യനായി, ചെയ്യേണ്ടത് ചെയ്തു എന്ന ബോധ്യം എനിക്ക് വന്നു കഴിഞ്ഞു ഭഗവാനെ. ത്വത്പാദപത്മാവലോകനം കൊണ്ട് ഞാനിപ്പോൾ വിമുക്തനായേനില്ല സംശയം. അങ്ങയുടെ ആ പാദപത്മം കണ്ടല്ലോ, അത് മതി. ഞാൻ ഇപ്പോഴേ വിമുക്തനായിക്കഴിഞ്ഞു. മത്സമനായൊരു ധന്യനില്ലൂഴിയിൽ, എനിക്ക് തുല്യനായിട്ടൊരു ധന്യാത്മാവ് ഈ ലോകത്തിലുണ്ടോ എന്ന് സംശയമാണ്. അതൊരു അഭിമാനമാണ്. ഭഗവാന്റെ ഭക്തനാണ് എങ്കിൽ അവൻ ധന്യനായിരിക്കുന്നു. മത്സമനായൊരു ശുദ്ധനുമില്ലഹോ. ശുദ്ധചിത്തമുള്ള ഒരാൾക്ക് മാത്രമേ ഭക്തി ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയുള്ള എനിക്ക്, ഞാൻ ശുദ്ധനാണ് എന്ന് എനിക്ക് ഉറപ്പായി. മത്സമനായി മറ്റൊരുവനുമില്ലിഹ ത്വത്സ്വരൂപം മമ കാണായ കാരണാൽ. എന്ത് കാരണത്താൽ? ഭഗവാനെ കണ്ടുവല്ലോ, അത് തന്നെ കാരണം. കർമ്മബന്ധങ്ങൾ നശിപ്പതിനായി നിർമ്മലമാം ഭവജ്ഞാനവും ഭക്തിയും ത്വധ്യാന സൂക്ഷ്മവും ദേഹിമേ രാഘവ. എനിക്ക് വേറൊന്നും വേണ്ട. എന്റെ കർമ്മബന്ധങ്ങൾ ഇല്ലാതാക്കാൻ നിർമ്മലമായിട്ടുള്ള അങ്ങയെക്കുറിച്ചുള്ള ജ്ഞാനം, തത്വജ്ഞാനം, അതറിയാനായിട്ട് ഭക്തി, ത്വധ്യാന സൂക്ഷ്മമായ അങ്ങയുടെ ആ സത്യത്തെ, ആ പ്രകാശത്തെ ധ്യാനിക്കാനുള്ള ഒരു മനസ്സ്, ആ ഒരു ഏകാഗ്രത, അത് മതി. ദേഹിമേ രാഘവ, എനിക്കത് തരൂ ഭഗവാനെ. ചിത്തേ വിഷയസുഖ ആശയില്ലേതുമേ. എനിക്ക് വിഷയസുഖത്തിലൊന്നും ആഗ്രഹമില്ല. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കണം. എന്താണ് ഭക്തി? ആരാണ് ഭക്തൻ? ആരെയാണ് ഭഗവാന് വേണ്ടത്? എങ്ങനെയുള്ളവരിലാണ് ഭഗവാൻ പ്രസാദിക്കുന്നത്? ത്വത്പാദ പങ്കജ ഭക്തിരേവ അസ്തുമേ. എനിക്ക് ആ ഭക്തി മതി ഭഗവാനെ. നിത്യം ഇളക്കമൊഴിഞ്ഞ്, ഒരു ഇളക്കവും തട്ടരുത്. അചഞ്ചലമായ ഭക്തി, അത് മാത്രം മതി ഭഗവാനെ എനിക്ക്. ഇത്തമാകർണ്യ സംപ്രീതനാം രാഘവൻ നക്തഞ്ജലാധിപൻ തന്നോട് അരുൾ ചെയ്തു. നിത്യം വിഷയവിരക്തരായി. ആരാണ് ഭക്തൻ? അതൊന്നുകൂടെ ഭഗവാൻ ഓർമ്മിപ്പിക്കുകയാണ്. വിഷയവിരക്തരായി. ഈ ലോകത്തിലെ വിഷയം എന്നത് വിഷമാണ്. അതൊരു സ്ലോ പോയിസൺ പോലെയാണ്. നമ്മൾ വിചാരിക്കും നല്ല രസമാണ് എന്ന്. പക്ഷെ അവസാന കാലം ദുഃഖിപ്പിക്കാത്ത ഒരു വിഷയസുഖവും ഈ ലോകത്തിലില്ല. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് വിഷയവിരക്തരായി. അങ്ങനെ വരുമ്പോൾ തന്നെ ഉള്ളിൽ ആഗ്രഹങ്ങൾ ഇല്ലാതാകുന്നു, ശാന്തരായി, ശാന്തി വരുന്നു. ഭക്തി വളർന്ന് അതിശുദ്ധമതികളായി. കാരണം ഭക്തി വളരുമ്പോൾ ഉള്ളിലെ മറ്റുള്ള വികാരങ്ങൾ ഇല്ലാതെയാകുന്നു. അങ്ങനെ ശുദ്ധ സ്ഫടികം പോലെയായിത്തീരുന്നു ഭക്തരുടെ ഹൃദയം. ജ്ഞാനികളായുള്ള യോഗികൾ മാനസേ. ആ ഭക്തി പിന്നീട് ജ്ഞാനത്തിന് വഴിതെളിയിക്കുന്നു. അങ്ങനെയുള്ള യോഗികളുടെ മനസ്സിൽ ഞാനിരിപ്പൂ മമ സീതയുമായി മുത. അവരുടെ മനസ്സിൽ ഞാൻ ഉണ്ടാവും വിഭീഷണ. ആകയാൽ എന്നെയും ധ്യാനിച്ച് സന്തതം വാഴുക നീ, എന്നാൽ നിനക്ക് മോക്ഷം വരും. ഇത് മാത്രം മതി. സദാ എന്നെ ഓർക്കുക, എന്നെക്കുറിച്ച് ചിന്തിക്കുക, മോക്ഷം വരും. അത്രയുമല്ല, നിന്നാൽ കൃതമായൊരു ഭക്തികര സ്തോത്രം. നേരത്തെ ഒരു സ്തുതി ചൊല്ലിയിരുന്നു. ആ സ്തുതി കൊണ്ട് അത്യന്ത ശുദ്ധനായി, എല്ലായ്പ്പോഴും ശുദ്ധ മനസ്സോടുകൂടെ നിത്യവും ചൊൽകയും കേൾക്കുകയും ചെയ്യലും. ഇനി കേട്ടാലും മതി, മുക്തി വരും. അതിനില്ലൊരു സംശയം. ഹൃദയശുദ്ധിയോടെ, ഭക്തിയോടെ വിഭീഷണൻ ചെയ്ത ഈ ഒരു സ്തുതി ജപിച്ചാൽ മുക്തി വരും. ഒരു സംശയവും വേണ്ട എന്ന് ഭഗവാൻ പറയുന്നു. യുദ്ധമരുൾ ചെയ്ത് ലക്ഷ്മണൻ തന്നോട് ഭക്തപ്രിയൻ അരുൾ ചെയ്തിതു സാദരം.
ഭഗവാൻ അങ്ങനെ സന്തോഷം കൊണ്ട് അത്രയധികം ആനന്ദത്തെ അനുഭവിക്കുന്നു. ഭക്തൻ എന്താ കൊടുക്കേണ്ടത്? അതാണ് പറയുന്നത്, എന്നെ കനിവോട് കണ്ടതിന്റെ ഫലം ഇന്ന് തന്നെ വരുത്തേണം. എന്നെ ആശ്രയിച്ചതിന്റെ ആ ഒരു സന്തോഷം, അതായത് ഭഗവാനെ ആശ്രയിച്ചാൽ ഭക്തന് പിന്നെ ഒന്നും നോക്കേണ്ടതില്ല എന്ന് ഈ ലോകം അറിയണം. അതുകൊണ്ട് ഇന്ന് തന്നെ അതിന്റെ ഫലം ഇവന് കൊടുക്കണം. കാരണം ഒരു രാജ്യമാണ് ഉപേക്ഷിച്ചു വന്നിരിക്കുന്നത്. മുന്നോട്ടുള്ള വഴി അത് അനിശ്ചിതമായിരുന്നു. രാമൻ സ്വീകരിക്കുമോ ഇല്ലയോ, സ്വീകരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരാശങ്കയുമില്ലാതെ വന്ന ഭക്തന് നിരാശനാക്കില്ല എന്ന് മാത്രമല്ല, അഭയം കൊടുക്കുകയാണ്. അവിടെ ഭഗവാൻ പറയുന്നു, എന്നെ കണ്ടതിന്റെ ഫലം ഇന്ന് തന്നെ ഉണ്ടാവണം. ലങ്കാധിപൻ ഇവൻ എന്ന അഭിഷേകവും ശങ്കാവിഹീനം അൻപോട് ചെയ്തിടുക. ഇന്ന് മുതൽ ഇവനാണ് ലങ്കാധിപൻ. ഇതാണ് ഭഗവാനെ കൊണ്ട് പറയുന്നത്. ഭക്തന് എന്ത് കൊടുക്കണമെന്ന് ആ ഒരു സന്തോഷാധിക്യം കൊണ്ട് ഭഗവാന് തന്നെ അറിയുന്നില്ല എന്താ കൊടുക്കേണ്ടത്. ഒന്നും വേണ്ട എന്ന് പറയുന്നവർക്കാണ് ഭഗവാൻ കൊടുക്കുക. സാഗരവാരിയും കൊണ്ടുവന്നിടുക, അഭിഷേകം ചെയ്യാൻ സമുദ്രത്തിൽ നിന്ന് ജലമെടുത്തു കൊണ്ടുവരിക, ശാഖാമൃഗാധിപന്മാരുമായി സത്വരം കവികളെയും കൊണ്ടുവരിക, അർക്കചന്ദ്രന്മാരും ആകാശഭൂമിയും മത്കഥയും ജഗത്തിങ്കലുള്ള അന്നിവൻ. സൂര്യനും ചന്ദ്രനും ആകാശവും ഭൂമിയും എന്റെ ഈ കഥയും, ഈ രാമായണ കഥ ജഗത്തിങ്കലുള്ള അന്ന് വരെ അന്നിവൻ വാഴ്ക ലങ്കാരാജ്യം. ഇന്നും ലങ്കാരാജ്യം വിഭീഷണൻ വാഴുന്നു എന്നാണ് പറയുന്നത്. ഏവം മമാജ്ഞയ, എന്റെ ആജ്ഞയാണിത്. ഭാഗവതോത്തമനായ വിഭീഷണ, നീ വാഴും. ഈ സൂര്യനും ചന്ദ്രനും ആകാശവും രാമായണ കഥയും ഉള്ളിടത്തോളം കാലം വിഭീഷണൻ ലങ്കാധിപതിയായിട്ടിരിക്കും. ഒരു ചിരഞ്ജീവിയാണ് വിഭീഷണൻ. പങ്കജനേത്രവാക്യം കേട്ട് ലക്ഷ്മണൻ ലങ്കാപുരാധിപത്യാർത്ഥം അഭിഷേകം അൻപോടു വാദ്യഘോഷേണ ചെയ്തിടിനാൻ. അങ്ങനെ ഭഗവാന്റെ വാക്ക് കേട്ടിട്ട് ലക്ഷ്മണൻ ലങ്കാപുരത്തിന്റെ ആധിപത്യം, ആ ആധിപത്യം സ്ഥാപിക്കുന്നതിനായിട്ട് അഭിഷേകം അൻപോട് വാദ്യഘോഷേണ ചെയ്തിടിനാൻ. വൻപരാം വാനരാധീശ്വരന്മാരുമായി സാധുവാദേന മുഴങ്ങി ജഗത്രയം. സാധു എന്നാൽ ജയിക്കട്ടെ ജയിക്കട്ടെ എന്ന ആ ഒരു ഘോഷം, ആ ഒരു ഘോഷത്താൽ 3 ലോകവും മുഴങ്ങി. ആ ഘോഷം 3 ലോകത്തിലും മുഴങ്ങി. സാധുജനങ്ങളും പ്രീതി പൂണ്ടിയിടിനാർ. ആതിഥേയോത്തമന്മാർ പുഷ്പവൃഷ്ടിയും ആധിവേറിട്ട് ഒരു വിഷമവുമില്ലാതെ സന്തോഷത്തോടെ ചെയ്തിടിനാം ആദരാൽ. അപ്സര സ്ത്രീകളും നൃത്തഗീതങ്ങളാൽ ആ പുരുഷോത്തമനെ ഭജിച്ചിടിനാർ. ഭഗവാനെ ഭജിച്ചു. ഗന്ധർവ കിന്നര കിംപുരുഷന്മാരും അന്തർമുദാ സിദ്ധ വിദ്യാധരാദിയും ശ്രീരാമചന്ദ്രനെ വാഴ്ത്തിസ്തുതിച്ചിതു. ഭേരീനിനാദം മുഴക്കിനാർ ഉംബരും. ഉംബർ എന്നാൽ സ്വർഗലോകവാസികൾ. പുണ്യജനേശ്വരനായ വിഭീഷണൻ തന്നെ പുണർന്ന് സുഗ്രീവനും ചൊല്ലിനാൻ. അപ്പോൾ സുഗ്രീവനും ഇപ്പോൾ ഒരു വിശ്വാസമൊക്കെയായി. സുഗ്രീവൻ പറഞ്ഞു, പാരേഴ് രണ്ടിനും നാഥനായി വാഴുമേ ശ്രീരാമ കിങ്കരന്മാരിൽ മുഖ്യൻ ഭവാൻ. ഭഗവാന് ഭക്തനോടുള്ള ആ സ്നേഹം കണ്ടിട്ട് സുഗ്രീവനും മനസ്സ് നിറഞ്ഞു. അപ്പോൾ ഈ 7 ലോകം 14 ലോകം, 14 ലോകത്തിനും നാഥനായിട്ടുള്ള ശ്രീരാമന്റെ കിങ്കരന്മാരിൽ അങ്ങിപ്പോൾ മുഖ്യനായിട്ടുള്ള ആളാണ്. രാവണ നിഗ്രഹത്തിന് സഹായവും ആവോളമാശു ചെയ്യണം ഭവാനിനി. കേവലം ഞങ്ങളും മുൻ നടക്കുന്നുണ്ട്, സേവയാ സിദ്ധിക്കും ഏറ്റം അനുഗ്രഹം. സുഗ്രീവ വാക്യം ആകർണ്യ വിഭീഷണൻ അഗ്രേ ചിരിച്ചവനോട് ചൊല്ലിയിടനാൻ. അപ്പോൾ ഞങ്ങൾ ചെയ്യാം എന്ന് സുഗ്രീവൻ പറഞ്ഞതിനെ വിഭീഷണൻ തിരുത്തുകയാണ്. സാക്ഷാൽ ജഗന്മയനാം അഖിലേശ്വരൻ സാക്ഷിഭൂതൻ സകലത്തിനും ആകയാൽ എല്ലാറ്റിനും സാക്ഷിയായിരിക്കുന്ന ആ ഭഗവാന് എന്ത് സഹായമാണ് നമ്മളെ കൊണ്ടുവേണ്ടത്? എന്ത് സഹായന കാര്യം അവിടേക്ക്? ബന്ധുശത്രുക്കൾ എന്നുള്ളതുമില്ല കേൾ. ഇവിടെ ഈ രാവണനെ കൊല്ലാൻ പോകുന്നു. യഥാർത്ഥത്തിൽ രാവണന് മുക്തി കൊടുക്കാൻ പോവുകയാണ്. ബന്ധുവില്ല, ശത്രുക്കളില്ല ഭഗവാന്. ഗൂഢസ്ഥൻ, ആനന്ദപൂർണൻ, ഏകാത്മകൻ, കൂടസ്ഥൻ, ആശ്രയം മറ്റാരുമില്ലടോ.
മൂഢത്വമത്രേ നമുക്ക് തോന്നുന്നത് ഗൂഢത്രിഗുണഭാവേന മായാബലാൽ. ഇതൊക്കെ നമ്മുടെ മൂഢത്വമാണ്. ഞാനിതാ ഭഗവാനെ സഹായിക്കാൻ പോകുന്നു എന്നതൊക്കെ നമ്മുടെ മൂഢത്വമാണ്. ഇതുപോലെയാണ് നമ്മൾ അമ്പലത്തിൽ പോയി വഴിപാട് കഴിക്കുന്നത്. ഞാൻ ഭഗവാന് വഴിപാട് കഴിച്ചു. ഈ ഞാൻ ആരാണ്? എനിക്കെവിടെ നിന്നാണ് ഇതൊക്കെ? ഭഗവാൻ തന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വഴിപാട് കഴിച്ചിട്ട് നമ്മൾ തന്നെ അങ്ങനെ അഭിമാനം കൊള്ളുകയാണ്. അതിലും വലിയ മൂഢത്വം വേറെ ഇല്ല. അപ്പോൾ മൂഢത്വമത്രേ നമുക്ക് തോന്നുന്നത് ഗൂഢത്രിഗുണഭാവേന മായാബലാൽ. ഇതും ഭഗവാന്റെ മായ തന്നെ. തത് വശന്മാരൊക്കെ നമ്മളൊക്കെ ആ ഭഗവാന്റെ കയ്യിലെ വെറും കളിപ്പാട്ടങ്ങളാണ് എന്നറിഞ്ഞുകൊണ്ട് അദ്വയഭാവേന സേവിച്ചുകൊള്ളുക നാം. ഇതും കൂടെ കേട്ടപ്പോൾ സുഗ്രീവന് താൻ ധരിച്ചതൊക്കെ എത്രയോ തെറ്റായിരുന്നു എന്ന് തോന്നിപ്പോയി. നക്തഞ്ചര പ്രവരോക്തികൾ കേട്ടൊരു ഭക്തനാം ഭാനുജനും, ഭാനുജൻ സുഗ്രീവന് ഇതും കൂടെ കേട്ടപ്പോൾ മനസ്സ് നന്നായി തെളിഞ്ഞിടിനാൻ. വലിയ സന്തോഷമായി. എന്തായാലും ഭഗവാന്റെ ആ നിശ്ചയം എത്ര സത്യമാണ്, ഭഗവാൻ എങ്ങനെയാണ് ഭക്തനെ തിരിച്ചറിഞ്ഞത് എന്നതിലും ഒക്കെ സുഗ്രീവന് വലിയ സന്തോഷമായി. ഓം ശ്രീരാമചന്ദ്രായ നമഃ.